ഈ തലശ്ശേരി കോഴിക്കറിക്കൂട്ട് കൂട്ടിയിട്ട് നിങ്ങൾ കോഴിക്കറി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്, പെട്ടെന്ന് തന്നെ സംഭവം റെഡിയാവും. പക്ഷേ ഇന്ന് കോഴി ഇല്ലെങ്കിലും കോഴിയുടെ മുട്ട നമുക്കുണ്ട്. വെള്ളയപ്പം മുട്ടക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇതിലുള്ള സവാളയും വെളുത്തുള്ളിയും ഓൾറെഡി നന്നായിട്ട് ഉണക്കി മൊരിഞ്ഞിട്ട് വരാം. പെട്ടെന്ന് തന്നെ സാധനം 1.5 കിലോ ചിക്കനാണ് ഒരു പാക്കറ്റ്. പക്ഷേ ഞങ്ങൾ 10 മുട്ടയ്ക്ക് കറി ഉണ്ടാക്കുന്നതിന് പകരം ഈ പാക്കറ്റിൽ മസാല മൊത്തം ഇട്ടു കേട്ടോ. വെള്ളയപ്പം നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും സ്വിച്ച് ഇട്ട പോലെ ഇതിങ്ങനെ പൊന്തി വരും. കോഴിക്കറിക്കൂട്ടിലെ മസാല മൊത്തം തട്ടിക്കൊണ്ട് തന്നെ നല്ല രീതിയിലൊരു കുത്തുണ്ടായിരുന്നു. അതങ്ങ് നാളികപ്പാൽ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ടിഫിനും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. 2 ദിവസമായി അച്ഛൻ ചാക്ക് നിറയെ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് എൻ്റെ ധാന്യപ്പാട്ടയിലിടാൻ എനിക്ക് ഇന്നാണ് സമയം കിട്ടിയത് കേട്ടോ. അടുക്കളയിൽ ഇങ്ങോട്ട് കിഴക്ക് തൊട്ട് പടിഞ്ഞാറ് വരെ പാട്ടകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് വന്നപ്പോഴാണ് അതിനൊരു ശമനം കിട്ടിയത്. പക്ഷേ കടല ഇതിലിടാൻ കൊള്ളത്തില്ല കേട്ടോ. കാരണം കടലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ സൂപ്പറായിട്ട് നമുക്ക് കിട്ടത്തില്ല. അതാണ് പ്രശ്നം. ബാക്കി എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഈ ആൾ പെർഫെക്റ്റ് ആണ്. പിന്നെ നമുക്ക് കുറേ വെജിറ്റബിൾസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ എന്നോട് പറയും, നീ ലൈഫിലെടുത്ത ഏറ്റവും നല്ല തീരുമാനമാണ് ഈ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി ഇതുപോലത്തെ കുറേ ബോക്സുകൾ കൊണ്ടുവന്നത്. കാരണം അത് ഫ്രിഡ്ജിൽ ഇരുന്ന് തന്നെ അവിയൽ പരിവം ആവാറുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ സവാള ഗിരിഗിരി ആവാറ പതിവ്. ഇത് കിട്ടിയ പിന്നെ നല്ല സെറ്റായിട്ട് ഫ്രിഡ്ജിൽ ഇരുന്നുള്ളൂ. പിന്നെ ഇത് അടിപൊളിയാണ് കേട്ടോ. വേപ്പിലയും മല്ലിയിലേക്ക് ഇട്ട് വെക്കുന്ന സാധനം. പക്ഷെ മല്ലിയിലേക്ക് ഇരിക്കാൻ വേപ്പില സ്ഥലം കൊടുത്തില്ല ഗൈസ്. കാരണം തിക്കി നിറച്ച് വെച്ചിരിക്കുകയായിരുന്നു ഇതിൽ വേപ്പില. ഒരെണ്ണം കൂടെ ഇത് മേടിക്കണം എന്നുണ്ട് കേട്ടോ എനിക്ക്. ഫ്രിഡ്ജ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുകയും ചെയ്യും. എല്ലാം ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, ഒട്ടും കൊള്ളില്ലായിരുന്നു. ഈ കറിക്കൂട്ട് കൊണ്ട് നിങ്ങൾ ചിക്കൻ കറി തന്നെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ അതുകൊണ്ട് മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഞങ്ങളെ തല്ലിയാൽ മതിയല്ലോ. ഇത് നല്ല മഴയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം മഴ പെയ്ത ആൾക്കാരനെ കമൻറ്റ് ചെയ്യണേ. ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റ് 1 മണിക്കൂർ സ്വിച്ചിട്ട പോലെ ഈ സാധനം അങ്ങോട്ട് പൊന്തി അടിപൊളി വെള്ളപ്പം കിട്ടി. സാധാരണ ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്ന വെള്ളപ്പപ്പൊടി അല്ല കേട്ടോ. ഞങ്ങളുടെ മേമരോടൊന്ന് മേടിച്ച് വെള്ളപ്പപ്പൊടിയാണ്. ഒന്നും പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യം കഴിയും. ആ തിരക്കൊക്കെ കഴിഞ്ഞ് പിള്ളേരെ ഇറക്കാൻ നിൽക്കുന്ന നേരത്താണ് ചേട്ടനും അനിയത്തിയും കൂടെ വെള്ളിലാ കൊമ്പിലെ രാപ്പാടി കളിക്കുന്നത്. ഇതുപോലത്തെ മുതലുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ?